സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട്. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. 18,026 കോടി രൂപ ഈ ഇനത്തിൽ നഷ്ടമെന്നും കണ്ടെത്തൽ. KSRTC വ്യക്തമായ കണക്കുകൾ നൽകുന്നില്ല. 2016 ശേഷം KSRTC ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ കുതിച്ചുചാട്ടമാണ് കേരളത്തിലേതെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടക്കണക്ക് CAG നിരത്തുന്നത്. സംസ്ഥാനത്ത് ആകെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിൽ നഷ്ടത്തിലോടുന്നത് 77 എണ്ണം. ആകെ നഷ്ടം കണക്കാക്കുന്നത് 18,026 കോടി രൂപ. 2020 മുതൽ 23 വരെയുള്ള രേഖകൾ പരിശോധിച്ചാണ് CAGയുടെ നിരീക്ഷണം. 18 സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്നും കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളിവിടാതെ അടച്ചുപൂട്ടൽ നടപടികൾ സർക്കാർ തുടങ്ങണമെന്നാണ് ശുപാർശ. ബിസിനസ് മോഡലുകളിൽ കാര്യമായ പരിശോധന നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് CAG സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ പ്രവർത്തനത്തിൽ അതിരൂക്ഷ വിമർശനമാണ്. 2016 ശേഷമുള്ള ഒരു ഓഡിറ്റ് രേഖയിൽ ലഭ്യമല്ല. KMMലും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ക്രമക്കേടുകളാണ്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ അർഹതയില്ലാത്തവർക്ക് കരാർ നൽകിയത് വഴി ഉണ്ടായത് 23.17 കോടി രൂപയുടെ നഷ്ടം. വ്യവസായ മേഖലയിൽ പൊതു ടെൻഡർ നിർബന്ധമെന്നും CAG പറയുന്നു. കാലങ്ങളായി നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളുടെ പുനഃക്രമീകരണം മാത്രമാണ് ലക്ഷ്യമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ അതിലേക്കുള്ള ഔദ്യോഗിക വഴിവെട്ടലാകും വരും ദിവസങ്ങളിൽ CAG റിപ്പോർട്ട്. ജനം, തിരുവനന്തപുരം.